അപ്പം കൊച്ചുമാണ് നമ്മളെ മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. താടിയൊക്കെ എടുത്ത് കളഞ്ഞപ്പം ആകെ നമ്മുടെ നാട്ടുകാർ പറയുന്ന പറഞ്ഞാൽ ചുള്ളനായി എന്നാണ് പറയുന്നത്. നമ്മളെ പ്രായം നമുക്ക് അല്ലേ അറിയത്തുള്ളൂ. അത് വിട്ടേക്ക്. അപ്പം ഞാൻ നമ്മളെ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ആയിട്ട് ഏകദേശം ഇന്നേക്ക് 8 ദിവസമായി. അപ്പോൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി സേലം നാമക്കല്ലിൽ വന്നു. അവിടെ കമ്പനിയിൽ കയറി രജിസ്റ്റർ ചെയ്തു, ലൈസൻസൊക്കെ കൊടുത്തു. പുതിയ ജോലിയിൽ കയറി. ടാങ്കറാണ്. അപ്പോൾ നാമക്കല്ലിൽ നിന്ന് ആദ്യത്തെ ട്രിപ്പ് ലോഡല്ല, കാലി വണ്ടിയുമായിട്ട് ആന്ധ്രയിൽ നെല്ലൂർ പോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്ന് ഇന്നേക്ക് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് വണ്ടി വന്നു, ഓടി ഇവിടെ എത്തി, ലോഡ് കയറ്റി. ഇന്ന് 3 ദിവസമായി. ഇപ്പം ബില്ലായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബില്ല് എവിടത്തേക്കെന്ന് കേൾക്കട്ടെ. ജാർഖണ്ഡ് അതിൽ എഴുതിയേക്കുന്നത് എൻ്റെ അറിവിൽ കുണ്ടി എന്തൊക്കെയാണ് വായിക്കുന്നത് എനിക്കറിയില്ല. കുട്ടി എന്ന് പറയുന്നു, കുന്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ജാർഖണ്ഡാണ്. ജാർഖണ്ഡിലേക്കാണ്. അപ്പോൾ ബില്ലിപ്പോൾ ഏകദേശം ഉടനെ കിട്ടിയതിന് ശേഷം നമ്മളെ യാത്ര ഇവിടെ നിന്ന് നൈസിന്. എൻ്റെയും ആദ്യത്തെ, അതായത് ഞാൻ കേരളം തമിഴ്നാട് ഇത് മാത്രം ഓടിയിട്ടുണ്ട് വലിയ വണ്ടിയിൽ. ഇനി നമ്മുടെ ഓൾ ഇന്ത്യ ഒരു കറക്കം ഫുള്ള്. നമ്മുടെ കമ്പനി LMR ട്രാൻസ്പോർട്ട് 1500 വണ്ടികളും ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്. അപ്പം ഇനിയുള്ള യാത്രകൾ ആന്ധ്ര അങ്ങനെ ഓടിപ്പോകണം. എനിക്കറിയില്ല വഴി. മുമ്പേ ഒരു വണ്ടികൾ ഉണ്ടാവും, 3-4 വണ്ടികളുണ്ടാവും. അവർ ബേക്കിൽ നിന്ന് ഇങ്ങനെ പോകണം. കൽക്കട്ട വരേക്കും ഞാൻ ഏതെങ്കിലും വണ്ടിയെ ഫോളോ ചെയ്തേ പോകാൻ പറ്റും. കാരണം വഴി അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഏതെങ്കിലും വണ്ടി ഉണ്ടാവും കൂടെ പോകാൻ. അറിയില്ല എന്താണെന്ന്. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞാണ് പോകുന്നത്. എന്തായാലും പോകുന്ന യാത്രകളെല്ലാം നമുക്ക് കാണാം. എൻ്റെ ആദ്യത്തെ യാത്രയാണ്. ആദ്യത്തെ യാത്രയെന്ന് പറയുമ്പോൾ ആന്ധ്രയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നു. ഇതുവരെ പടച്ചവൻ കൂടെ ഉണ്ടായിരുന്നു, ദൈവം കൂടെ ഉണ്ട്. പ്രാർത്ഥനകൾ നമ്മുടെ ഡ്രൈവർമാരുടെ ഏകദേശമൊക്കെ പറയാതെ തന്നെ ഏകദേശം ഉള്ളവർക്ക് എല്ലാം അറിയാൻ പറ്റും. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണ് പറയണത്, ഒരു കഷ്ടപ്പാടുകളുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ എന്നും കേട്ട് കേൾവികളുള്ളതാണല്ലോ. അവിടെ പോകുമ്പോൾ ലോറി കള്ളന്മാർ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അതൊക്കെയാണ്. എന്താണെന്ന് ദൈവം കൂടെ ഉള്ളത് കൊണ്ടും ദൈവം മുൻപേ നമുക്ക് വഴികാട്ടി ഉള്ളത് കൊണ്ടും ആപത്തൊന്നും വരാതെ ഈ ലോഡ് അവിടെ കൊണ്ടെത്തിച്ചിട്ട് എത്തിച്ചിട്ട് പിന്നെ ഉള്ളത് പിന്നെ കമ്പനി പറയും എന്താണെന്നൊന്നും അറിയില്ല. ഇനി അവിടെ ചെന്ന് എത്ര ദിവസം നിൽക്കണം, എത്ര ദിവസം കഴിഞ്ഞാണ് ലോഡ് ഇറങ്ങുന്ന. എന്തായാലും ഇവിടെ നിന്ന് ഒരു 4-5 ദിവസത്തെ യാത്ര ഉണ്ടാവും അങ്ങോട്ടത്തേക്ക്. അപ്പോൾ ആ 5 ദിവസം നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ജോലിയുണ്ട്, പ്രാരാബ്ദം ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങളെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങളും ഇപ്പോൾ ഉണ്ടാവണം. എന്തായാലും എല്ലാ കാഴ്ചകളും കണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും വരും കാഴ്ചകൾ വരുന്ന വഴി കാണാം. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തെങ്കിലും പോരാക്കുറവുകളുണ്ടെങ്കിലും പറഞ്ഞു തന്നാലേ എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ? അപ്പോൾ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുള്ളൂ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം നമുക്ക്. അപ്പോൾ വരും കാഴ്ചകൾ ഇനി കാണാം. അപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംഭവം ഞാനിപ്പം അവിടെ നിന്ന് ഇറങ്ങി. രാത്രി ആയതുകൊണ്ട് ഇറങ്ങാൻ വീഡിയോ എടുക്കാൻ അത് കുറച്ച് ഓടി വന്നു. എന്തായാലും ഓടാനുണ്ടല്ലോ, 1700-1600 കിലോമീറ്റർ കൊണ്ട് ഏകദേശം ഓടാനുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി SP ബിരിയാണി ഹോങ്കോഡ് ആന്ധ്രയിലാണ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഒരു ധാബ വിജയ് റോയൽ ധാബ. പറഞ്ഞിട്ടുണ്ട് 179 രൂപ. അള്ളാവേ, എന്തായാലും കൊണ്ടുവരട്ടെ. ഗോദാവരി റിവർ.
2 ദിവസം ഓട്ടം. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്ത് ബാക്കി വരുന്നൊരിക്കൽ എടുക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് വലിയ ക്ലിയർ ആണ്. പിന്നെ NH കാണാനും ഒന്നുമില്ല, ഹൈവേ സൈഡിൽ ഒന്നും കാണാൻ. പിന്നെ കുറേ മലകൾ, ആന്ധ്രയിൽ തന്നെ കുറേ മലകളൊക്കെ ഒന്ന് അപ്പുറം ഉണ്ട്. പിന്നെ നീണ്ട് നിവർന്ന് കിടക്കില്ലേ ഹൈവേ, ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഓടി എനിക്കിനി കൽക്കട്ട ഒരു 641 കിലോമീറ്റർ ഉണ്ട്. ആന്ധ്ര ഒറീസ ബോർഡർ കയറാൻ പോവുകയാണ്. ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ഒറീസ ബോർഡറായി. പിന്നെ എന്താണ് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. തമിഴ്നാട്, കേരള ഓക്കെ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം തമിഴ്നാട്ടിലെ കാര്യങ്ങൾ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആന്ധ്ര ഇനി പോകാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു 10 കിലോമീറ്റർ ഓടുമ്പോൾ ഒറീസ ബോർഡറായി. അത് കഴിഞ്ഞ് വണ്ടി കയറി ഞാൻ രാവിലെ എടുത്തിരുന്നു വണ്ടി. ഏകദേശം ഒരു 9 മണിയായപ്പം ഇന്നലെ രാത്രി കൊണ്ടൊന്ന് ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങി. ഒരു 7 മണിയായപ്പോൾ എണീച്ച് പിന്നെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണിയായപ്പം വണ്ടി എടുത്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരൊക്കെ നേരത്തെ പോയി. അവരെയൊന്നും കണ്ടില്ല. ഇടയ്ക്ക് വന്ന് വഴിയിൽ വെച്ച് 2 പേരെ മീറ്റ് ചെയ്തു. 2 പേരല്ല, ഒരാളെ മീറ്റ് ചെയ്തു. അവർ രാവിലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പമ്പിൽ കയറി ഡീസൽ അടിച്ചിട്ട് നൈറ്റിന് അവിടെ നിന്ന് ഇങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡും കഴിച്ചിട്ട് 12 മണിയായപ്പോൾ അവിടെ നേരത്തെ ഞാൻ ഓടി വരുവാണ്. ഇപ്പോൾ ആ ബോർഡർ കയറാനുള്ള തന്ത്രപ്പാടിലാണ്. ഇനി നമുക്ക് അടുത്ത ഒറീസയിലെ കാഴ്ചകളെ കാണാം. ഞാൻ വീഡിയോ എടുക്കാം. ഡ്രൈവിങ്ങിൽ വലിയ പാടാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മാക്സിമം അങ്ങ് ഒഴിവാക്കിയത്. എന്തായാലും ഇനിയിപ്പോൾ ഞാനത് ബോർഡർ കയറി കുറച്ച് എന്തെങ്കിലും കാണാൻ, അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളെന്ന് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിടാം. പിന്നെ നമ്മളെ കാണുന്ന പ്രേക്ഷകർ റോഡ് കാണാനല്ല ഇരിക്കുന്നത്. പിന്നെ അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം വണ്ടി മാക്സിമം ഓടാനുള്ളത് ഓടിപ്പോവുക എന്നുള്ളതാണ്. എന്തായാലും ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി ഒറീസയിൽ കയറിയിട്ട് കാണാം. ഓക്കെ, ഏകദേശം ഒറീസ ബോർഡർ അടുക്കാറായി. ഈ നട റോഡാണ് കാണാനുള്ള. വീഡിയോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുക. ഈ നട റോഡ് മാത്രമേ ഉള്ളൂ കാണാൻ. പിന്നെ കുറേ വരുന്ന സ്ഥലത്ത് കുറേ ഭംഗിയുള്ള ഇടത്തിലും വലത്തിലും കുറേ മലകളുണ്ട്. നല്ല സൂപ്പർ മലകളുണ്ട്. ദൂരെ നിന്ന് കാണാൻ എന്ത് ഭംഗിയെന്നറിയാമോ. നല്ല ചൂടുണ്ട് കേട്ടോ, ഭയങ്കര ചൂട്. ഇന്ന് ഭാഗ്യത്തിന് രാവിലെ അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോഴേ ഇതേ അവസ്ഥയാണ്. വെയിലില്ല. നല്ല പിന്നെന്താ പറയണ, മേഘങ്ങളൊക്കെ ഇങ്ങനെ കറുത്തിരുണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ചൂടുണ്ട്, നല്ല ചൂടുണ്ടായിരുന്നു. ആന്ധ്രയിൽ ഭയങ്കരമായ ചൂടാണ്. അതുകൊണ്ട് മാക്സിമം പകലോട്ടം കുറവാണ്. ടയറൊക്കെ ചൂടായി പൊട്ടിപ്പോയാൽ നമുക്ക് മെനക്കേടെന്നല്ല. പിന്നെ അവിടെ ഇങ്ങനെ കിടക്കണം അടുത്ത ടയർ വരുന്നത് വരെയും. പിന്നെ മാറാൻ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കിളിയൊന്നുമില്ലല്ലോ. നമ്മൾ ഇത് മാറണം. നമ്മൾ മാറിയാലേ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പകലോട്ടം കുറവാണ്. രാത്രി വണ്ടി രാത്രി ഒരു 8 മണി അല്ലെങ്കിൽ 7 മണിക്ക് വണ്ടി എടുത്താൽ പിന്നെ ഒരു 4 മണി 5 മണി വരെ ഇങ്ങനെ ഓടാം. ഉറക്കം വരുമ്പോൾ ഉറങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ വണ്ടി വിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ ഹൈവേയിൽ ഉറക്കം മാക്സിമം ഉറങ്ങിയിട്ട് വണ്ടി എടുത്ത് പോകുന്നതാണ് നല്ലത് ഒരു കണക്കിന്. നമുക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. മാക്സിമം വണ്ടി ഓടിയെത്താൻ നോക്കുക. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക, അതാണ്. ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് നമുക്ക് എന്താ പറയുന്നത്, ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് ഫാമിലിയെ കൊണ്ട് വരാനാ അത് പറ്റും. പക്ഷെ അതിന് നല്ലതായ ചിലവുണ്ട്. ഇതാകുമ്പോൾ എന്താ പറയണത്, നമുക്ക് അത്യാവശ്യം നമ്മളെ ശമ്പളവും കിട്ടും, നമുക്ക് അത്യാവശ്യം നാടും കാണാം. നമ്മുടെ ഇന്ത്യ ജനിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കാണാതെ മരിച്ചു പോയാൽ എന്താ ചെയ്യുക? ഇതൊക്കെ കാണണ്ടേ? ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്, ഉറപ്പായിട്ടും. ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. ഡ്രൈവർ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഉറപ്പായിട്ടും. ഐ ആം പ്രൗഡ് ഓഫ് മൈ ജോബ്. അത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് കേട്ടോ, അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഒരുപാട് ഡ്രൈവർമാരെ അനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും ഭയങ്കരമാണ്. അത് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിക്കണം. ഓരോരുത്തർ പറയുന്ന കേട്ട്, വലിയ പഴയ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇത് കണ്ടോ, അപ്പുറ സൈഡ് ഗ്രില്ലൊക്കെ പിടിച്ചിട്ടിട്ട് ലോക്കൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം അവസ്ഥ അങ്ങനെയാണ്. പിടിച്ചു പറയും എല്ലാം നടക്കുന്ന ഒരു ഏരിയയിലോട്ടാണ് ഞാൻ പോകുന്നത്. കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ, ആ ഏരിയയൊക്കെ. പിന്നെ ദൈവം നമ്മളെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് പോകുന്നത്.
ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യണേ, ഒറ്റയ്ക്കേ ഉള്ളൂ. എന്ത് വന്നാലും നേരിടുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയണേ, ഈ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ ഇറങ്ങി തിരിച്ചാൽ അവനെ പിടിച്ച് കെട്ടാൻ വലിയ പാടാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചേക്കാണ്, എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചേക്കുവാണ്. അവൻ കാത്തോളും. ബാക്കി എല്ലാം ഇരിക്കുന്ന ഒരാളെ നമ്മളെ നോക്കിയോളും എന്നുള്ള വിശ്വാസമാണ്. ഇത് ഹനുമാൻ കോവിലുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കരമായ ഇതുപോലെ ഒരെണ്ണം ഞാൻ നേരത്തെ അങ്ങനെ കണ്ടായിരുന്നു. ഭയങ്കരമായ വലുത്. ഇത് ഇച്ചിരി ചെറുതാണെന്ന് മറ്റേ ഭയങ്കര വലുതായിരുന്നു. വെൽക്കം ടു ഒഡീഷ. ഭുവനേശ്വർ 182 കിലോമീറ്റർ, ബ്രഹ്മപൂർ 18 കിലോമീറ്റർ. വെൽക്കം ടു ഒഡീഷ. അടി തക്കേ